ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കോളിഫ്ലവർ മസാല കറിയാണ്. ചോറിൻ്റെയും ചപ്പാത്തി പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വറുത്തരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ ഒക്കെ പോലെയുള്ള ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു രീതിയാണ്. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ തുടങ്ങി 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തോട്ടൊക്കെ ആഡ് ചെയ്യാം. കോളിഫ്ലവർ ആകുമ്പോൾ നമ്മൾ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകുക. അതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കുക. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ആ വെള്ളത്തിനകത്ത് തന്നെ ഒരു 5-10 മിനിറ്റ് വെള്ളത്തിനകത്ത് തന്നെ വെച്ച് പിന്നെ വീണ്ടും നമ്മളൊന്ന് കഴുകിയെടുക്കുക. കോളിഫ്ലവർ ആകുമ്പോൾ നമ്മളെപ്പോഴും നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം കറിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ. അതിനുശേഷം ഒരു പാൻ വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് നമുക്കിതിനാവശ്യം. ഇതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക് ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അരച്ചെടുത്തിട്ടോ ചതച്ചെടുത്തിട്ടോ ചേർക്കാവുന്നതാണ്. ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയം വരെ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞതാണ്, ഒരു മീഡിയം സൈസായിട്ടുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സവാളയെ സാധാരണ വഴറ്റി സോഫ്റ്റ് ആക്കുന്ന ഒരു പാകത്തിലല്ല, കുറച്ചുകൂടി ഒന്നൊരു ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ. അതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. സവാളയുടെ ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്ന ആ ഒരു ടേസ്റ്റ് കറിക്ക് നല്ല രുചി ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഈ ഒരു പാകം വരെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി, കുറച്ചൊരു കളർ ചേഞ്ച് വരുന്നവരെ. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് നമുക്കിതിലോട്ടുള്ള പൊടികൾ ചേർക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഈ അളവിൽ ചേർക്കണം എന്നില്ല. 2 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകത്തിൻ്റെ അഥവാ കറി ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ. ഇനി നിങ്ങൾക്ക് ചിക്കൻ മസാല പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഗരം മസാല പൗഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മസാല പൗഡർ കൂടി ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ട് ചെറു തീയിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ. ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്തെടുക്കരുത്. നല്ലതുപോലെ കളറ് ചേഞ്ചായിട്ട് വരും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി, ഒരു സവാളക്ക് ഒരു തക്കാളി എന്നുള്ള കണക്കിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ആ ഒരു മസാലയ്ക്കായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് തക്കാളിയെ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ തക്കാളി നല്ലതുപോലെ പാകമായി വന്ന് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുക. നന്നായിട്ട് കുത്തി ഉടച്ചു കൊടുക്കുന്ന രീതിയിൽ. ശരിക്കും നമ്മളൊരു വറുത്തരച്ച കറി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. എന്നിട്ട് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മസാലയൊക്കെ ആയിട്ട് പെട്ടെന്ന് നന്നായിട്ട് നമുക്കൊന്ന് യോജിച്ച് കിട്ടും. ഇനി നിങ്ങളുടെ കറിക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. മസാലയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം എപ്പോഴും ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വെള്ളമൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയായി കിട്ടും. ഒത്തിരി സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇത്തിരി സമയം, വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് തുറന്ന് വെച്ചിട്ട് കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കറി ഒന്നുകൂടി അങ്ങ് കുറുകി നല്ലൊരു കൊഴുപ്പുള്ള രീതിയിൽ റെഡിയായി കിട്ടും. ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഞാൻ ഫൈനലായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് മാത്രം ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരിത്തിരി സമയം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് അത്യാവശ്യം കുറുകി നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ചൂടാറി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി നല്ല ഡാർക്ക് കളറിലാണ് ഉണ്ടാകുക. അപ്പോൾ ശരിക്കും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്.
അപ്പോൾ ശരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കറീനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.